മഹാരാഷ്ട്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CAG റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തൽ. ഒരു വിദ്യാർത്ഥി പോലും ഇല്ലാത്ത ഹോസ്റ്റലുകൾക്കായി കെട്ടിട വാടക ഇനത്തിൽ മാത്രം കോടികൾ സർക്കാർ സഹായം നൽകിയെന്നാണ് CAG കണ്ടെത്തിയത്. ജനപ്രിയ പദ്ധതിയായ ലഡ്കി ബഹിൻ യോജനയിലും വൻ ക്രമക്കേട് നടന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലാൽകുമാർ വിവരങ്ങൾ നൽകും. ലാൽകുമാർ, ഇതെന്താണ് സംഭവം? CAG ഗുരുതരമായ കണ്ടെത്തലുകൾക്ക് മഹാരാഷ്ട്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഹോസ്റ്റൽ വിവാദം. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ സാധാരണയായിട്ടുള്ള കുട്ടികളുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലിൽ ആ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള തുക 1.64 കോടിയിലധികം രൂപ ചെലവഴിച്ചിരുന്നു. ഈ ചെലവഴിച്ച തുക പക്ഷെ ഇത്തരത്തിലൊരു ഹോസ്റ്റൽ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ CAG കണ്ടെത്തിയിരിക്കുന്നത്. അത്തരം ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവ പൊടിപിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഒരു ഹോസ്റ്റൽ പോലും ഈ 6ഓളം ഹോസ്റ്റലുകൾക്കായാണ് ഇത്തരത്തിൽ തുക ചെലവഴിച്ചു എന്ന് പറയുന്നത്. എന്നാൽ അത്തരം ഹോസ്റ്റലുകളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് 1500 രൂപ നൽകുന്ന പദ്ധതിയാണ് ലഡ്കി ബഹിൻ പദ്ധതി. ഇതിലും ഗുരുതരമായൊരു വീഴ്ച കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പദ്ധതിക്കായി നീക്കിവെച്ച തുകയേക്കാൾ കൂടുതൽ നിയമസഭയുടെ അനുമതിയില്ലാതെ കൂടുതൽ തുക ചെലവഴിച്ചു എന്ന കാര്യം കൂടി CAG കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിൽ ഈ അക്കൗണ്ട് ഉപയോഗിച്ചതുൾപ്പെടെ ഈ പദ്ധതിക്കായി അക്കൗണ്ട് ഉപയോഗിച്ചതുൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളും CAG മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ പദ്ധതിയിൽ നിന്നും ഏകദേശം 38% പേരെ ഈ പദ്ധതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒഴിവാക്കി. ഏകദേശം 94 ലക്ഷം പേരെ ഈ പദ്ധതിയിൽ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ ഈ പദ്ധതിക്കെതിരെ ആരോപണമായി മുന്നോട്ട് വന്നിരുന്നു. കാരണം സൗജന്യം നൽകി അധികാരത്തിലേക്ക് വന്ന ശേഷം സംസ്ഥാനത്തിനെ പൊതുകടം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ആരോപണമുണ്ടായിരുന്നു. CAG റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു. കാരണം 85% പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴും അത്രത്തോളം ഈ പദ്ധതി വികസിച്ചിട്ടില്ല എന്ന് CAG സൂചിപ്പിച്ചിരുന്നു. പ്രൈവറ്റ് സെക്ടറിലുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിലുള്ള ഒരു കണക്കുണ്ടാക്കിയത് എന്ന കാര്യം കൂടി CAG ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ CAG റിപ്പോർട്ടിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വലിയ കണ്ടെത്തലുകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നത്. അജിംസ്.